നമ്മുടെ നാട്ടിലെ അഭിനവ നവോത്ഥാന ഊച്ചാളികളായാലും ശരി, പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ സിനിമാ നടി ലക്ഷ്മി ആയാലും ശരി, എല്ലാവർക്കും പഠിക്കേണ്ടതും അറിയേണ്ടതും ദളിതനെ പറ്റിയാണ്. ദളിതർ എങ്ങനെ ഉണ്ടായി, ദളിതർ എങ്ങനെ ഇങ്ങനെയായി, എങ്ങനെയാണ് ജാതി വ്യവസ്ഥകൾ ഉണ്ടായത്, എങ്ങനെയാണ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായത്, എങ്ങനെ അവർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയണം. രാജ്യം സ്വതന്ത്രമായ കാലം തൊട്ട് ഇന്ന് വരെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പാർട്ടികളും, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കേരള കോൺഗ്രസ് ആയാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും DMK ആയാലും ADMK ആയാലും TMC ആയാലും BSP ആയാലും, ഒന്നും പറയേണ്ട, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ തള്ളി പറയാമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരു വാക്കുകൊണ്ട് പോലും പ്രത്യക്ഷത്തിൽ തള്ളി പറയാത്ത ഒരു വിഭാഗം ഈ ഭാരതത്തിൽ ഉണ്ട് എങ്കിൽ അത് ദളിതർ മാത്രം. ഒരാൾ പോലും തള്ളി പറയാത്ത, എല്ലാവർക്കും സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ, സമൂഹത്തിൽ ഒതുക്കപ്പെട്ടു പോയ, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ, പണം ഇല്ലാതായി പോയ, ദാരിദ്ര്യത്തിൽ വീണുപോയ ദളിതർ എന്ന വിഭാഗത്തെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ കച്ച മുറുക്കാത്ത ഒരാളും തന്നെ ഇല്ല. എല്ലാവർക്കും സംരക്ഷിച്ചേ അടങ്ങുള്ളൂ. ഇവരുടെയൊക്കെ സംരക്ഷണത്തിന്റെ ഫലമായി 2026 ഇന്നിപ്പോൾ ഈ ഡേറ്റ് വരെയും ദളിതർ നിലവിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നിലവിൽ ഈ ദളിതരെ ഒന്നും അടിച്ചുകൂട്ടാത്തതും തല്ലിക്കൊല്ലാത്തതും ഒക്കെ ഇവിടെ ന്യൂനപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ടാണെന്നാണ് മഹാകവി വേടൻ പോലും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, BJP വന്നതിന് ശേഷമാണ് അത്രേ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പാർട്ടികൾക്ക് മനസ്സിലായത് നാട്ടിൽ ദളിതർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ സംരക്ഷിക്കണം, അവരെ കെട്ടിപ്പിടിക്കണം, അവർക്ക് മുത്തം കൊടുക്കണം, അവർക്ക് സ്ഥലം കൊടുക്കണം, അവർക്ക് വീട് വെച്ചു കൊടുക്കണം. അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അവർ ദാരിദ്ര്യത്തിലാണ്, അവരിൽ ആദിവാസികളുണ്ട്, അവർ ഇപ്പോഴും കാടുകളിലാണ്, അവർക്ക് കുട്ടികളുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും 2014 ശേഷം ബോധ്യം വന്ന ഒരു വലിയ ആൾക്കൂട്ടവും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ദളിത് സംരക്ഷകരെയും ദളിത് ആരാധകർക്കുമുള്ള ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ ദളിതൻ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആക്രമിക്കപ്പെട്ടത് ദളിതനാണെങ്കിലും ആക്രമിച്ചത് ആരാ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഒന്നെങ്കിൽ ദളിതനെ ആക്രമിച്ചത് BJPയുടെ അനുഭവമുള്ള ആരെങ്കിലും ആയിരിക്കണം, ഇല്ലെങ്കിൽ സവർണ കാസ്റ്റിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം. ഇത് 2 കാറ്റഗറി ഒഴികെ ബാക്കി ആര് ദളിതൻ ആക്രമിച്ചാലും, ദളിതൻ കൊല ചെയ്യപ്പെട്ടാലും ചിലപ്പോൾ ആ ഭാഗത്തൊന്നും വലിയ നോട്ടമുണ്ടാവില്ല. ഒരു ക്ഷേത്രത്തിലെ ദളിത് പൂജാരി, ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല, ഒരു പൂജാരി, പക്ഷേ വാർത്തകൾ അങ്ങനെയാണ് വന്നത്. പൂജാരി ദളിതനായതുകൊണ്ട് അദ്ദേഹം ജാതി അധിക്ഷേപം നേരിടുകയും നേരിട്ട് അദ്ദേഹം ജോലി രാജിവെച്ച് പുറത്തു വരികയും ചെയ്തു. നമ്മുടെ കുറച്ച് അഭിനവ നവോത്ഥാന ഊച്ചാളികളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ 1-2 ദിവസം അതൊന്ന് സ്ക്രോൾ ചെയ്ത് വിടുകയും ഒന്ന് എഴുതി വിടുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അതങ്ങ് കെട്ടടങ്ങും. സംഗതി ക്ഷേത്രത്തിലെ എന്തൊക്കെയോ കുറെ തിരിമറിയും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണം ക്ഷേത്രം, ദേവസ്വം ബോർഡ് ക്ഷേത്രം, അതിലെ കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഇടതുപക്ഷ കമ്മിറ്റിയുമായിട്ടുള്ള സ്വരച്ചേർച്ചയുടെയൊക്കെ പ്രശ്നത്തിൽ ചിലർ അയാളെ ജാതീയമായി അധിക്ഷേപിക്കുകയും ആ അധിക്ഷേപത്തിൽ മനം നൊന്ത് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല ബഹുരസം, ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ബ്രാഹ്മണ സമാജം ഇദ്ദേഹത്തിന് പിന്തുണ നൽകുകയും നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറയുകയും നിങ്ങൾ യാതൊന്നും പേടിക്കേണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു. എന്തോ ബ്രാഹ്മണ സമാജം ഇദ്ദേഹത്തിന് പിന്തുണ നൽകിയത് കൊണ്ടാണോ, അതുമല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ചേർന്നാണ് ഇദ്ദേഹത്തിന് ജാതി അധിക്ഷേപം നടത്തുകയും ഇദ്ദേഹം അതിൽ മനംതൊന്നാണ് രാജിവെച്ചത് കൊണ്ടാണോ, അതുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ പഴയ പിന്തുണയൊന്നുമില്ല. ദളിത് സംരക്ഷകർ, ദളിത് ആക്ടിവിസ്റ്റുകൾ ഒരെണ്ണം ഇറക്കുന്നില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഒന്ന് കേൾക്കാം. ഞാൻ ഈ യൂണിയനിൽ ചേരണമെന്നൊക്കെ എന്നോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ചേർന്നാൽ സമാധാനമായിട്ടൊക്കെ ഈ പറവൂർ ഗ്രൂപ്പിൽ ഈ ക്ഷേത്രത്തിൽ തന്നെ ജോലി മേടിച്ചു തരാമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. ഞാൻ ജോയിൻ ചെയ്യണതിൻ്റെ അന്ന് അവിടെ ഒരു ഇവരുടെ തന്നെ അനുഭാവിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അവിടെ പകരം വ്യവസ്ഥയിൽ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. സ്വർണ്ണമാല, അവിടെയുള്ള സാമഗ്രികളൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു 4 മാലകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കറിയില്ലായിരുന്നു ഇത് മുക്കുവണ്ടോണെന്നൊന്നും, 2 മുക്കുവണ്ടോണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പിന്നീട് ഒരു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് 2 ദിവസത്തിനുള്ളിൽ ഞാനതൊന്ന് നോക്കുകയും ഒരു തട്ടാനെ, നമുക്ക് സംശയം വന്നു കഴിഞ്ഞപ്പോൾ തട്ടാനെ വിളിച്ച് നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മുക്കുവണ്ടോണെന്നൊക്കെ തെളിഞ്ഞു. അതും ഇതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ കേസൊക്കെ എടുത്തു. ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം കേസ് കൊടുത്തു. അവരെന്നിട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കുകയൊക്കെ ചെയ്തിരുന്നു. നാട്ടുകാർക്ക് ഒരിക്കലും സപ്പോർട്ടല്ലായിരുന്നു ഒത്തുതീർപ്പാക്കാൻ. കാരണം അയാളൊരു ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലായിരുന്നു. മറുനാടൻ മലയാളി എന്ന ചാനലിന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ ആണ്. എന്തായാലും ഇതിനെ പിന്തുടർന്ന മറുനാടൻ മലയാളിക്ക് എൻ്റെ എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ നാട്ടിലെ ദളിത് ആക്ടിവിസ്റ്റുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ദൈവമാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ, അംബേദ്കർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിഞ്ഞൂടാ, അംബേദ്കറുടെ വീക്ഷണം എന്താണെന്ന് അറിഞ്ഞൂടാ, അംബേദ്കർ എന്താണ് ഭരണഘടനയിലൂടെ
ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് സംഘപരിവാറിനെ നേരിടാമെന്നാണ്. ഇവരുടെ വിചാരം അംബേദ്കർ ഇവരുടെ തറവാട് സ്വത്തും സംഘപരിവാർ ഇവരുടെ തറവാടിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുമാണെന്നാണ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, കാഴ്ചപ്പാട്, അദ്ദേഹം ഭരണഘടനയിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ള 140 കോടി ഭാരതീയർക്കും സ്വീകാര്യമാണ് എന്ന് പറഞ്ഞാലും ഇവർ ഒട്ടും സമ്മതിക്കില്ല. മാത്രമല്ല, ഇവരെല്ലാവരും ഭരണഘടന പോക്കറ്റിലിട്ടുകൊണ്ട് കിടക്കും. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഭരണഘടന ഉയർത്തി കാണിക്കും. അതുപോലെ തന്നെ ഇവരുടെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അംബേദ്കറുടെ ഫോട്ടോയുടെ കൂടെ തന്നെ ഭരണഘടനയുടെ ആമുഖം പ്രിന്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷെ അത് അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്ത ഭരണഘടനയുടെ ആമുഖമല്ല. അടിയന്തരാവസ്ഥ കാലത്ത് 42 അമെന്റ്മെന്റിലൂടെ ഇന്ദിരാഗാന്ധി തിരുത്തിയ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഒരു പ്രിന്റ് ലാമിനേറ്റ് ചെയ്ത് ഒരു വെച്ചിട്ടുണ്ടാവും. എനിവേ, ഈ രാജ്യത്തെ ഇഷ്ടമല്ലാത്ത, രാജ്യത്തിന്റെ പൈതൃകത്തെ ഇഷ്ടമല്ലാത്ത, ഈ രാജ്യമേ മുടിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി കുറെ കാലമായിട്ട് അവിടെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് അവിടെ തന്നെ കിടക്കുന്ന 10, 50, 60 വയസ്സുള്ള സ്റ്റുഡൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് JNU. JNUവിൽ വിദ്യാർത്ഥികളുടെ പ്രകടനത്തിനിടയിൽ അവരുടെ ദഫുമുട്ടും ബഹളമൊക്കെ ഉണ്ടല്ലോ. മോദിക്ക് കുഴിമാടം വെട്ടും, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് കുഴിമാടം വെട്ടും, ഇതൊക്കെയാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ. ഭാരത് തേരെ തുക്കടേ ഹോങ്കെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ, ഇതൊക്കെയാണ് മതേതര മുദ്രാവാക്യങ്ങൾ ഇവരൊക്കെ വിളിക്കുന്നത്. അങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതിനിടയിൽ ഇവർ വിളിച്ചു പറയുന്നു, ഇവർ ബ്രാഹ്മണയാണ്, ബ്രാഹ്മണ സ്ത്രീയാണ്, അവളുടെ വസ്ത്രം അഴിക്കൂ, അവളുടെ ഡ്രസ്സ് വലിച്ചു കീറൂ, അവളെ തല്ലൂ. ഇവർ ബ്രാഹ്മണ സ്ത്രീയാണ്. അപ്പോൾ സമൂഹത്തിൽ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് പലരും അതിന്റെ ഇടയിലിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഇവരെ സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ആക്രമിക്കും. നീ ബ്രാഹ്മണ്യം കൊണ്ട് നടക്കുന്നവനാണ്, നിനക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, നിനക്ക് ദളിതനെ കണ്ടുകൂടാ, നീ ബ്രാഹ്മണനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതായിരിക്കും ഇവരുടെ വാക്ക്. നമ്മളെ നേരെ ആക്രമിക്കാൻ വരും. പക്ഷേ എന്റെ നേരെ വരണ്ട, ഞാൻ ധൈര്യമായിട്ട് തന്നെ പറയും. കാര്യം, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പിന്നോക്ക ഹിന്ദുക്കൾ, ദളിതർ, ആദിവാസികൾ ഇവരൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണ്, ഇവരെയൊക്കെ വർഷങ്ങളായി സംരക്ഷിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഭരണഘടന പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയും അംബേദ്കറിന്റെ ഫോട്ടോ 24 മണിക്കൂറും പേഴ്സിലും ഫോണിൽ വീട്ടിന്റെ ചുവരിൽ വരെ വെച്ചുകൊണ്ടിരിക്കുന്ന, അംബേദ്കറിന് വേണ്ടി മാത്രം വാദിക്കുന്ന, ഭരണഘടനയെ 24 മണിക്കൂറും കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന ഇവർ എങ്ങനെയാണ് ഒരാളെ ജാതി പറഞ്ഞുകൊണ്ട് ആക്രമിക്കപ്പെടുന്നത്? ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത് ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും, ഇനി ഹിന്ദുക്കളിൽ തന്നെ പല വകഭേദങ്ങളിൽ നിൽക്കുന്ന ജാതികളായാലും ശരി, ഇവരുടെയൊക്കെ ഈ കാസ്റ്റിന്റെ പുറത്ത് ആക്രമിക്കപ്പെടുമ്പോൾ എത്രത്തോളം നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ടോ അതുപോലെ ഈ കാര്യത്തിലും പ്രതികരിക്കണം. ഞാൻ പ്രതികരിക്കും. ഒരു ബ്രാഹ്മണ സ്ത്രീ ആയി പോയത് കൊണ്ട് അവരിനി എന്ത് ചെയ്യണം? ചിലർ കമന്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവരുടെ പഴയ തലമുറ നമ്മളോട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തിട്ടുണ്ടോ ഇനി അത് നമ്മൾ തിരിച്ചു ചെയ്യണം. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് കാസ്റ്റിസം എന്ന് പറയുന്നത്. നിങ്ങൾ അംബേദ്കറിനെ വിശ്വസിക്കുകയും ഇന്ത്യൻ ഭരണഘടനയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാനുള്ള ഒരവകാശമില്ല. പക്ഷെ നിങ്ങൾക്കിത് ചെയ്യാം. കാരണം എന്താ? നിങ്ങൾ ഉഡായിപ്പ് അംബേദ്കറൈറ്റുകളാണ്, നിങ്ങൾ ഉഡായിപ്പ് ദളിത് സ്നേഹികളാണ്, നിങ്ങൾ ഉഡായിപ്പ് ഭരണഘടനാ സ്നേഹികളാണ്. നിങ്ങൾക്ക് ഭരണഘടനയെയോ അംബേദ്കറിനെയോ ദളിതരെയോ യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുകയോ അവരെ സ്നേഹിക്കുകയോ അവരെ മുന്നോട്ട് കൊണ്ടുവരികയോ ചെയ്യുന്ന ആൾക്കാരെ അല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജാതി തോണ്ടാൻ തോന്നുന്നത്. നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ. यहाँ पे लगातार लिया गया और उसको फिर मारा। मेरे पे हमला करते हैं, मेरा हाथ पकड़ते हैं, मेरा गला पकड़ते हैं, मेरे बाल खींचते हैं और मेरा गला दबाने की कोशिश करते हैं। सिर्फ इसलिए मेरे को वहाँ पकड़ा गया क्योंकि मैं ब्राह्मण हूँ। सिर्फ इसलिए वहाँ पे पकड़ा गया, इसलिए बोला गया कि ब्राह्मण है, ये ब्राह्मण है, इसे पकड़ गया, इसीलिए आई थी यहाँ। ये ब्राह्मण है, इसे पकड़, इसके कपड़े फाड़ो, इसके कपड़े उतारो। ഇതൊക്കെ ചെയ്തത് JNUവിലുള്ള ഇടത് സംഘടനകളാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി മേലിൽ അംബേദ്കറുടെ പേര് ഉച്ചരിക്കുകയോ ഭരണഘടന എടുത്തുയർത്തുകയോ ചെയ്യരുത്. അംബേദ്കർ ഇവിടെ പറഞ്ഞത്, പിന്നോക്കമായി പോയ ഒരു സമുദായത്തിന്റെ കയ്യിൽ അവരുടെ കയ്യിൽ ആവശ്യത്തിന് ഭൂസ്വത്തില്ല, പണമില്ല, വിദ്യാഭ്യാസമില്ല. ആ കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് വരാൻ ഒരുപാട് സമയം പിടിക്കും. മാത്രവുമല്ല, ഇതെല്ലാം കയ്യിലുള്ളവർ അവരെ അടിച്ചമർത്തുകയും ചെയ്യും. അതിനു പകരം ഈ നാട്ടിൽ അവർക്ക് സംവരണങ്ങൾ ഏർപ്പെടുത്തി അവർക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ നൽകി സർക്കാർ മേഖലയിൽ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനും തൊഴിൽ നേടുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ഇതിന്റെ പേരിൽ ബാക്കിയുള്ളവരെ ആക്രമിക്കുക എന്നതല്ല. 65-75 വർഷമായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന അതേ പാർട്ടിക്കാർ തന്നെ പറയുന്നു ഈ നാട്ടിൽ ബ്രാഹ്മണ്യമാണ്. നമ്മുടെ നാട്ടിലെ അഭിനവ നവോത്ഥാന ഊച്ചാളികൾ ഇവന്മാരും പറയുന്നത് കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ നാട് ഭരിച്ചത് ബ്രാഹ്മണ്യവും കരയോഗവും നിയന്ത്രിക്കുന്ന സർക്കാരുകളാണെന്ന്. എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഇടതുപക്ഷത്തിലെയോ കോൺഗ്രസിലെയോ ആൾക്കാർ തുറന്നു പറയണം നിങ്ങളെ നിയന്ത്രിച്ചത് കരയോഗത്തിന്റെ ആൾക്കാരും ബ്രാഹ്മണ്യമാണെന്ന്. അതവർ പറയില്ല. അവരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ദളിതരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം.
അപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ ദളിതരെ സംരക്ഷിക്കുകയോ ഇവർക്ക് വേണ്ടുന്ന ഭാവി ഉണ്ടാക്കി കൊടുക്കുകയോ ഇവർ പൂർണ്ണമായും രക്ഷപ്പെടാൻ ഈ 75 വർഷത്തിനിടെ ചുരുങ്ങിയത് 3 or 4 തലമുറ അവരത് കഴിഞ്ഞുപോയി. ആ 4ാം തലമുറയിൽപ്പെട്ട കുട്ടികളെ പോലും രക്ഷിക്കാൻ കഴിയാതെ അവരോട് ഇവർ പിന്നെയും പറഞ്ഞു കൊടുക്കുന്നത് ബ്രാഹ്മണ്യമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, ബ്രാഹ്മണ്യമാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത്, ബ്രാഹ്മണ്യമാണ് നിങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നത്, ബ്രാഹ്മണ്യമാണ് നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്, ബ്രാഹ്മണ്യമാണ് നിങ്ങളെ ഈ ഗതികേടിൽ കൊണ്ട് എത്തിച്ചത് എന്ന് ഇവരുടെ ഉള്ളിൽ കുട്ടിക്കാലത്ത് വിഷം കുത്തിവെക്കുന്ന പോലെ കുത്തിവെച്ച് നിറച്ച് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിപ്പോയ പക. ഈ പകയിൻ പുറത്താണ് ഒരാൾ ബ്രാഹ്മണയാണ് എന്ന് കാണുമ്പോൾ അവരെ ആക്രമിക്കുന്നത്. ഇത് ഇത്രയും നിഷ്ഠൂരമായി ചെയ്യുന്ന ഇവർ ഭരണഘടനയും താഴെ വെക്കണം, അംബേദ്കറിന്റെ പേരും ഉച്ചരിക്കാൻ പാടില്ല. ഈ രാജ്യത്ത് സമത്വത്തോടു കൂടി ജീവിക്കുക എന്നതാണ് അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും അതിൽ എക്സെപ്ഷണൽ കേസായിട്ട് സംവരണം ഉണ്ട്. ഞാനും സംവരണം കിട്ടിയൊക്കെ പഠിച്ച ആള് തന്നെയാണ്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നോട്ടായി പോയ, കയ്യിൽ ഭൂസ്വത്തുക്കൾ ഇല്ലാതായി പോയ, വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാതായി പോയ, പണമില്ലാതായി പോയ, അടിച്ചമർത്തപ്പെട്ടു പോയ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഭരണഘടനയിൽ ഈ സംവരണങ്ങൾ അത്യാവശ്യ ഘടകങ്ങളാണ്. എത്രയോ വർഷം പെട്ടിക്കകത്തിരുന്ന ഈ സംവരണം ഇപ്പോൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് എത്ര വർഷമായെന്നാണ് നിങ്ങൾ എല്ലാവരും കരുതുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അത്രയും വർഷമായോ ഈ രാജ്യത്ത് ദളിതർക്ക് സംവരണത്തിലൂടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ട്? ഇല്ല. ആരാണ് ഇതെല്ലാം തടഞ്ഞത്? തടഞ്ഞു വെച്ചവന്മാരെ ചോദിക്കാതെ, ഭരിച്ചവരെ ചോദ്യം ചെയ്യാതെ ഈ ആൾക്കാരുണ്ടല്ലോ, ഈ JNUയിൽ ഇവരെ ആക്രമിച്ച അതേ ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ സംഘടന ഇന്ത്യ ഭരിച്ചിട്ടും അവർ പറയുന്നത് ഇതുവരെ ദളിതർക്ക് ഇക്വാലിറ്റി കിട്ടിയിട്ടില്ല, അവർ നശിച്ചു കിടക്കണം. അത് സത്യം തന്നെയാണ്, അവർ നശിച്ചു കിടക്കുകയാണ്. അതിന് കാരണം ഈ നാട്ടിൽ സവർണരാണ്, ബ്രാഹ്മണ്യമാണ്, അതുകൊണ്ട് അവരെ ആക്രമിക്കണം, എവിടെ കണ്ടാലും ആക്രമിക്കണം എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എൻ്റെ ഉള്ളിലൊക്കെ ഈ പക ഇങ്ങനെ ഊറി കൊണ്ടുവന്നിരുന്നു. എൻ്റെ കൂടെ പഠിച്ചന്ന് എത്ര കൂട്ടുകാർക്ക് അതിൽ നിന്നൊരു വീണ്ടും വിചാരം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിൽ നിന്ന് വീണ്ടും വിചാരം വന്നു. അംബേദ്കറെ കൂടുതൽ അറിഞ്ഞപ്പോൾ, ഭരണഘടന കൂടുതൽ അറിഞ്ഞപ്പോൾ, അംബേദ്കറുടെ ലേഖനങ്ങൾ വായിച്ചപ്പോൾ പക വളർത്താനുള്ളതല്ല, അത് നശിപ്പിക്കേണ്ടതാണ്. അത് തിരിച്ചൊരു റിവേഴ്സ് കാസ്റ്റിസം നടത്തി ഇവരെല്ലാം ഞെട്ടിക്കാനുള്ളതല്ല. ഇത്രയും പക ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ JNU പ്രൊഡക്ഷൻ എല്ലാത്തിനോടും പറയാം, നമുക്ക് ഇവരെ ഹോളോകോസ്റ്റ് ചെയ്യാം. അല്ലെ, ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആകപ്പാടെ 2-3% ഉള്ളൂ. കൂട്ടക്കൊല നടത്തിയാലോ? സവർണരെ മുഴുവൻ കൊന്നു കളയാം. അല്ലാതെ ഇതിനെന്താ പരിഹാരം? നിങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന, നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തിന് തന്നെ സർക്കാരുകൾ ഭരിച്ചിട്ടും നിങ്ങളുടെ ഉൾപ്പെടെ ഇപ്പോഴത്തുള്ള അഭിനവ നവോത്ഥാന ഊച്ചാളികളെന്ന് ഞാൻ വിളിക്കുന്ന പല എന്താ പറയാ ദളിത് ആക്ടിവിസ്റ്റുകളും പറയുന്നത് ഭരണത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ബ്രാഹ്മണ്യവും കരയോഗം പ്രസിഡന്റുമാരുമാണെന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ആരെ വിശ്വസിക്കുക? ഇവരെല്ലാം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ഇവരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വോട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അവർ വോട്ട് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് എന്താണ്? ബ്രാഹ്മണ്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത്, കരയോഗമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഇവരോട് പറയും. ഈ പറച്ചിലാണ് ഇപ്പോൾ JNUയിൽ ഉണ്ടായ സംഭവം. JNUയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും പഠിച്ച കുട്ടികൾ, അവരുടെ ഉള്ളിൽ പോലും കാസ്റ്റ് തിരിച്ചിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു പോയതിന്റെ പക ഇവനോട് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ഒരുപാട് പേർക്ക് ദേഷ്യം വരുന്നുണ്ടാകും കേട്ടോ. ഇതേ സാധനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലോ സംഘികൾ, സംഘപരിവാർ. അപ്പൊ സംഘപരിവാറുകാർ പറയുകയാണ് 1920കളിൽ മുഹമ്മദ് ഗസിനെ ഇന്ത്യ ആക്രമിച്ചു, അത് കഴിഞ്ഞ് സുൽത്താനേറ്റ് ഭരണം, ഇവിടെ ജസിയ ടാക്സ് കൊണ്ടുവന്നു, മുഗളന്മാർ ഇവിടെ കൂട്ട കൊലപാതകം നടത്തി, മതപരിവർത്തനം നടത്തി. എന്തിനധികം ടിപ്പു സുൽത്താൻ പോലും കേരളത്തിൽ വന്നിട്ട് ഞാൻ നായരെയോ നമ്പൂരെയോ ഈഴവനെയോ മതം മാറ്റി എന്നല്ല, 4 ലക്ഷത്തോളം ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് സംഘപരിവാർ പറയുമ്പോൾ നിങ്ങൾ പറയും എന്താ? വർഗീയത പറയുന്നു. കണ്ട, ഇവന് മുഗളന്മാരെ ഇഷ്ടമല്ല, ഇവന് ടിപ്പു സുൽത്താനെ ഇഷ്ടമല്ല, ഇവൻ കണ്ട ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നതെന്ന് നിങ്ങൾ പറയും. 2001 നടന്ന മാറാട് കലാപത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇവിടെ മുസ്ലിം ലീഗ് പറഞ്ഞത് കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് വീണ്ടും ഓർപ്പിക്കുന്നത്? ഈ പറയുന്നതിനെ അതേപടി അനുസരിക്കുകയും കുനിഞ്ഞു നിന്ന് വണങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ദളിത് സംരക്ഷകർ, ആക്ടിവിസ്റ്റുകൾ. അവർ ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറയും. അന്ന് അത് ചെയ്തെന്ന് കുറെ നുണയും കുത്തിക്കയറ്റും. നങ്ങേലിയുടെ മുല മുറിച്ച കഥയും ഉപ്പ് തിന്നവന്റെ തല്ലിക്കൊന്ന കഥയൊക്കെ അങ്ങനെ ഇവരെ ഏറിലിട്ട് കറക്കുന്നുണ്ട്. ഇനി അതൊക്കെ സത്യമാണെന്ന് തന്നെ വിചാരിച്ചാൽ പോലും അത് വീണ്ടും എന്തിനു പറയുന്നു? അപ്പൊ നിങ്ങളിവിടെ ജാതീയമായിട്ടുള്ള വിഘടിപ്പുണ്ടാക്കാൻ നോക്കിയല്ലേ? അതിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് അമ്പലത്തിലെ പൂജാരിയായി ഇരിക്കുകയും അയാളെ ജാതി അധിക്ഷേപം ചെയ്ത് പുറത്താക്കുകയും ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്നവൻ ബ്രാഹ്മണരായിരിക്കണം, സവർണരായിരിക്കണം. അത് ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അതങ്ങ് ക്ഷമിച്ചു വിടാം. അതുമാത്രമല്ല, ഒരു ബ്രാഹ്മണനെ വഴിയിൽ വെച്ച് കണ്ടാൽ അയാൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൈകാര്യം ചെയ്യണം. കയ്യിൽ എന്താ ഉള്ളത്? ഭരണഘടന. നിയമം എന്ത് ചെയ്യാൻ പാടില്ല? കയ്യിലെടുക്കാൻ പാടില്ല. വീട്ടിൽ ആരുടെ ഫോട്ടോ ഉള്ളത്? അംബേദ്കറുടെ. ആരാണ് ഏറ്റവും കൺകണ്ട ദൈവം? അംബേദ്കർ. ഏറ്റവും മഹത്തായ ഗ്രന്ഥം ഭരണഘടന.
പക്ഷെ ബ്രാഹ്മണനെ തല്ലണം. ഇതാണ് JNUവിൽ പഠിക്കുന്ന ഒരു മിനിമം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുക, ബ്രാഹ്മണനല്ലേ തല്ലിക്കോട്ടെ. പക്ഷെ ഒരു 10-15 കൊല്ലം മുമ്പാണെങ്കിൽ ഞാനത് ചിന്തിച്ചേനേട്ടാ, തല്ലിക്കോട്ടെ എന്ന്. പക്ഷെ ഇനി അത് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇന്ത്യയിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി വണ്ടി വിളിച്ചു പോയില്ല, നമ്മുടെ മുഖ്യമന്ത്രി ഞെട്ടിയില്ല, ഒന്നും സംഭവിച്ചില്ല. അവരെ തല്ലി കുറച്ച് അടിപിടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, കൊന്നില്ല. ദൈവം സഹായിച്ച് ചത്തില്ല എന്നേ ഉള്ളൂ. ചത്തുപോയ ദളിതർ മാത്രമല്ല, അവർക്കും നീതി ലഭിക്കണം. അത് ചെയ്തവന്മാര് ശിക്ഷിക്കപ്പെടും. ഇന്ന് ദളിതന്റെ ഒച്ചയെങ്കിലും പുറത്ത് കേൾക്കുന്നുണ്ട്. പണ്ട് BSP ഒക്കെ ഭരിക്കുന്ന കാലത്ത്, കോൺഗ്രസ് പണ്ട് ഭരിക്കുന്ന കാലത്ത്, എന്തിന് ബംഗാളിലും ത്രിപുരയിലും അല്ല ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് വാട്സപ്പും ഇല്ല, എന്തിനധികം 3G വന്നിട്ട് അതുപോലും ഈ രാജ്യത്ത് വിട്ടിട്ടില്ല. എന്നിട്ട് ഈ പാവങ്ങളുടെ ശബ്ദം ഇവിടെ ആരും കേട്ടിരുന്നുമില്ല. അന്നൊക്കെ ദളിതർ കൊട്ടാരങ്ങൾ കെട്ടി ബെൻസ് കാറൊക്കെ ആയിട്ട് സുഖലോലുപരായി ജീവിച്ചിരിക്കുകയായിരുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? 2014 മോദി കയറിയതോടുകൂടി പെട്ടെന്ന് വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അവരുടെ വീട് വെറും ഓല കൊണ്ട് മേഞ്ഞതായി, മുറ്റം ചാണകം മെഴുകിയതായി പോയി, അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെയാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? ആരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സന്തോഷകാലമായിരുന്നു BJP വരുന്നവരെ. നൗ ഇറ്റ്സ് കോൾഡ് റിവേഴ്സ് കാസ്റ്റിസം. ഇത് ഇവിടെ നിർത്തലാക്കണം. എന്റെ കൂടെ ഉള്ള കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങളെ ആരെയും ദളിതരെന്ന് വിളിച്ചാലോ, നിങ്ങൾ ആരെങ്കിലും പുലയനോ പറയനോ ഒക്കെ ആയാലും, നമ്മളാരെ വേടനോ എന്ത് പിന്നോക്ക ജാതിയിൽപ്പെട്ട ആരുമായാലും, നമ്മളെല്ലാവരും തന്നെ എല്ലാ മനുഷ്യരെയും പോലെ ഒരുപാട് പാരമ്പര്യങ്ങൾ പേറി വന്നവർ തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ഒരു ചരിത്രം പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ, നല്ലതൊന്നും കാണില്ല. കാര്യം മനുഷ്യൻ ഇപ്പോഴാണ്, ഒരു 2016 ശേഷം മൊബൈലും ഇന്റർനെറ്റൊക്കെ വന്നതിന് ശേഷമാണ് സ്വല്പം പുരോഗമനം പ്രാപിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും യാതൊരു നാണക്കേടും തോന്നണ്ട. ഇതെല്ലാം മാറ്റി നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഈ പണ്ട് നടന്നു പോയതിനൊക്കെ കൂടെ ഉള്ളവരോട് പ്രതികാരം ചെയ്യണമെന്നും ആ ഒരു മെന്റാലിറ്റിയിലോട്ട് നിങ്ങൾ ആരെങ്കിലും തിരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അത് സർവനാശത്തിന് ഇവർ കൊണ്ടുപോകുന്നതാണ്. അതാരും ഒന്നിച്ചിരിക്കാതിരിക്കാൻ പന്തി ഭോജനം വരെ നടത്തിയ, മിശ്രവിവാഹം വരെ നടത്തിയ ഒരു നാടാണ് കേരളം. അന്നത്തെ നവോത്ഥാന നായകർ സ്വന്തം മതത്തിനെ ഉപേക്ഷിക്കാതെ, സ്വന്തം വിശ്വാസങ്ങളെ തള്ളി പറയാതെ, അതെല്ലാം എടുത്ത് ഭദ്രമായി വെച്ചുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള കീടങ്ങളെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ചവരാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും എല്ലാവരും. അപ്പൊ അവരെയാണ് നമ്മൾ മാതൃകയാക്കുക. അല്ലാതെ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഈ ഒരു പക ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നവരല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. നിങ്ങളെല്ലാവരും അസുരൻ എന്ന സിനിമ കണ്ടു കാണും. അതിൽ ധനുഷിന്റെ മകൻ, ഇവരൊരു ജാതി പ്രശ്നത്തിന്റെ പുറത്താണ് ഈ ബഹളം ഉണ്ടാവുന്നത്. അതൊരു റിവേഴ്സ് കാസ്റ്റിസം പോലെ ചിലർക്ക് തോന്നാം. അതായത് ധനുഷ് തിരികെ അവർണ കാസ്റ്റ് ഇതൊക്കെയാണ് അതിലത്തെ മെയിൻ പ്രശ്നം. പക്ഷെ ഏറ്റവും അവസാനം ആ നാട്ടുകാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇത് നിങ്ങൾ 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഇത് നാടിന്റെ പ്രശ്നമോ ജാതി പ്രശ്നമാക്കി നിങ്ങൾ മാറ്റരുത്, ഇനി ഞങ്ങളാരും ഇതിൽ ഇടപെടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ജനം അവിടെ തിരുത്തപ്പെടുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ധനുഷ് സ്വന്തം മകനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതും അവർ പിടിക്കും, നമ്മുടെ കയ്യിൽ ഭൂസ്വത്തുണ്ടെങ്കിൽ അതും അവർ പിടിച്ചെടുക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ പഠിത്തമുണ്ടെങ്കിൽ അത് മാത്രം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. പഠിച്ച് നീ ഒരു അധികാരിയായി ഒരു വലിയ സ്ഥാനത്ത് പോയി ഇരിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ധനുഷ് 2 ഡയലോഗ് കൂടെ പറയും. അതാണ് ആ സിനിമയുടെ കോർ. അയാൾ പറയും, നീ ആ അധികാര കസേരയിൽ ഇരുന്നിട്ട് അവർ നമ്മളോട് ചെയ്തത് അവരോട് തിരികെ ചെയ്യരുത്. പക വളർത്താൻ എളുപ്പമാണ്, അണയ്ക്കാനാണ് പാട്. എന്തായാലും ഈ പകയെ ഞങ്ങൾ അണയ്ക്കും. ഞങ്ങളെ സംരക്ഷിക്കുകയാണ് എന്ന പേരിൽ ഈ നാട്ടിൽ ഇത്രയും നടന്ന പേക്കൂത്തുകൾ എന്നിട്ടും 2026 നമ്മൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ദളിതൻ ഇവിടെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ അഭിനവ നവോത്ഥാന ദളിത് സംരക്ഷണ ഊച്ചാളികൾ എല്ലാവരും തന്നെ ഉഡായിപ്പ് മാർഗത്തിലൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവരെ സംരക്ഷിക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. സ്വന്തം രാഷ്ട്രീയവും സ്വന്തം ജീവിതവും അത് മാത്രമാണ് നിങ്ങൾ പക വളർത്തുന്നതിലൂടെ സാധിച്ചെടുക്കുന്നത്. ജയ് ഹിന്ദ്.